ഹലോ മുത്തുമണികളെ, ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഗർഭകാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഒരുപാട് ആളുകൾ ചില തെറ്റിദ്ധാരണകൾ പരത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് പറയണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തീരെ സമയമില്ല, പക്ഷേ ഉള്ള സമയത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. അപ്പോൾ എൻ്റെ ഗർഭകാലഘട്ടത്തിൽ ഞാൻ 6 തവണ എനിക്ക് ഗർഭകാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 6 ഗർഭകാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കുറവ് എക്സ്പെൻസിൽ പ്രസവിച്ച ഒരു കുട്ടി എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ മകളെയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ മോളെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പ്രസവിക്കുന്നത്. അപ്പം അന്ന് ഈ തൈക്കാട്, നമ്മളെ ഇവിടെ തിരുവനന്തപുരത്ത് പ്രസവം എടുക്കുന്ന കുറേ ഹോസ്പിറ്റലുകളുണ്ട്. അമ്മയും കുഞ്ഞും, അല്ലരിഫ്, പിന്നെ അതുപോലെ തന്നെ തൈക്കാട് മെഡിക്കൽ കോളേജ്, അങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ ഇട്ടാവട്ടത്ത് ഉള്ള ഹോസ്പിറ്റലുകൾ ഇതാണ്. പിന്നെ കിംസ്, നിംസ്, പിന്നെന്താണ് കോസ്മോ. ഈ കോസ്മോ, കിംസ്, നിംസ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. തിരുവനന്തപുരത്തെ ഏറ്റവും ഫെസിലിറ്റി കൂടിയ ഹോസ്പിറ്റലുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം കോസ്റ്റ്ലി കുറഞ്ഞ ഹോസ്പിറ്റൽ മുതൽ അങ്ങോട്ട് പോകാം. പിന്നെ ഭീമ മാഹിൻ, ഞാൻ എൻ്റെ 5ാമത്തെ മോളെ പ്രസവിച്ചത് ഭീമ മാഹിൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ അത് അടച്ചു പൂട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളെക്കുറിച്ചും ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഗർഭകാലഘട്ടങ്ങളാണ്. മനസ്സിലായ? അതായത് ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്ന തിരിച്ചറിവ് എന്നെ ഭയങ്കര സന്തോഷത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മകള് എൻ്റെ വയറ്റിലുണ്ട് എന്ന് ഞാൻ അറിയുന്ന നിമിഷം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ കുട്ടീനെ കാണാനുള്ള ഒരു ആങ്സൈറ്റി, പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കുഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റിയും ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ആദ്യത്തെ മകളിനെ ഞാൻ പ്രസവിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പം അവളെ ഞാൻ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. കാരണം നമ്മൾ രാവിലെ പോയി ഇങ്ങനെ ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് നമ്മളെല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് എടുത്തൊക്കെ വരുമ്പോൾ 2 മണിയാവും കേട്ടോ. പക്ഷെ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു മെഡിക്കൽ കോളേജിലുള്ള എൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയ് 2-ാം തീയതി, മെയ് 2-ന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ല, മെയ് 2-നല്ല, മെയ് 18-ന്, മെയ് 18-ന് എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ മെയ് 9 ആകുമ്പോൾ 9-ാം തീയതി എന്നെ ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മെയ് 9-ാം തീയതി ചെക്കപ്പിന് പോയി അവരൊന്ന് ഉള്ളു പരിശോധിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഭയങ്കര നല്ല ജോലി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എനിക്കതിൽ ഇപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നല്ല ജോലി, നല്ലോണം പണിയെടുക്കും. ഞാൻ കുനിഞ്ഞും നിവർന്നും വീട് വൃത്തിയാക്കലും ഓടി നടന്ന്, അന്ന് ഞാൻ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അവിടെ അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ റിസൾട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ 4 നിലയൊക്കെ കയറിയിട്ട് നമ്മൾ റിസൾട്ട് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ മാഡം തന്നെ എൻ്റെ അടുത്ത് പറയും, നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്ക്, നിങ്ങൾ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെലിവറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറയും. അങ്ങനെ ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാനൊക്കെ പോകുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നല്ലോണം പണിയെടുക്കുമായിരുന്നു. ആ സമയത്ത് വീട്ടിലെ ജോലിയും ഹോസ്പിറ്റലിൽ ഉള്ള ജോലിയും ഒക്കെ ഭയങ്കര ഞാൻ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ ഗർഭിണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിടത്ത് മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകും. നമുക്ക് ഗർഭാവസ്ഥ എന്ന് പറയുന്നത് അത്ര വലിയ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പിന്നെ ചില ആളുകളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ട് പിന്നെ എന്താണ്
റെസ്റ്റ് ഒക്കെ പറയും ബോഡി കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട്. അങ്ങനെ റെസ്റ്റ് പറയണമെങ്കിൽ അവരുടെ ബോഡി അത്രയും പിന്നെ പ്രശ്നമുള്ളതായിരിക്കണം, അവർക്ക് നേരത്തെ അബോർഷനൊക്കെ നടന്നിട്ടുണ്ടായിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് ബെഡ് റെസ്റ്റ് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുന്നതും അവരെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര മുൻകരുതലാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് എനിക്ക് സുഖമായിട്ട് പ്രസവിക്കണം, സുഖപ്രസവമായിരിക്കണം, സിസേറിയൻ ആയിരിക്കരുത് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ അന്ന് നല്ല കഠിനാധ്വാനം ചെയ്തിട്ട് മെയ് 18 എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ട് മെയ് 9 ഞാൻ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ വെച്ച് എനിക്ക് വേദന വരികയാണ് ചെയ്തത്. ആ ഡെലിവറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എൻ്റെ അമ്മ വന്നിട്ട് പിന്നെ നമ്മളന്ന് ചെക്കപ്പിനായിട്ടാണല്ലോ പോകുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചെക്കപ്പിനാണ് പോകുന്നത്. 18-ാം തീയതി ഡേറ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ നേരത്തെ നാട്ടിൽ പോയിട്ട് ഞാൻ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നാട്ടിൽ പോകുന്നു. ഞങ്ങൾ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അവിടെ വെച്ച് എനിക്ക് വേദന വരുന്നു. ഇദ്ദേഹം പാതി വഴി എത്തി. അപ്പോഴാണ് എനിക്കിത് വേദനയാണെന്ന് കൂടി അറിയുന്നില്ല. അപ്പം നല്ല വേദനയുണ്ട്. എൻ്റെ അമ്മ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകണ്ട, പ്രസവം ഇന്ന് എന്നെ ഉണ്ടാവാനാണ് സാധ്യത, കുട്ടി ഇങ്ങ് പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയാലും രാത്രിയിൽ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും. അങ്ങനെ ഞാൻ അവിടെ അഡ്മിറ്റായി. എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് എൻ്റെ അമ്മ ഡ്രസ്സും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പ്രസവം എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എൻ്റെ ആദ്യത്തെ പ്രസവം കൂടി ആയതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ശരിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ബാഗിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ബാഗ് പോയി എടുക്കണമല്ലോ. ബാഗ് പോയി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോണ്ട് അന്ന് മന്ത്രി വരെയായിരുന്നു. തിരുവനന്തപുരം സിറ്റി മൊത്തം ബ്ലോക്ക്. ഞാൻ അവിടെ ഒറ്റ സൈസ് വേദനയിൽ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല. അമ്മ ഇവിടെ പകുതി വഴിയിൽ ബസ്സിൽ, എൻ്റെ ഹസ്ബൻഡ് പകുതി വഴിയിൽ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പാതി വഴിയിൽ അദ്ദേഹം. അപ്പം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്ന് അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞില്ല പോട്ട്, നിങ്ങൾ പോയി ഇനിയിപ്പോൾ എന്തായാലും പകുതി വരെ നിങ്ങൾ എത്തി, ഇനി അവിടെ നിന്ന് ഇനി തിരിച്ചിങ്ങോട്ട് വരണ്ട, മെഡിക്കൽ കോളേജിൽ തന്നെയല്ലേ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാട്ടിലും പോയി. നാട്ടിൽ അദ്ദേഹം എത്തുമ്പോൾ ഞാനിവിടെ പ്രസവിച്ചു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം നാട്ടിലെത്തുന്നു, പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രസവിക്കുന്നു. മെയ് 10 ഞാൻ ആദ്യമായിട്ട് ഉമ്മയാവുകയാണ്. അപ്പം അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ഒരു എക്സ്പെൻസും ഇല്ല. 5 രൂപ ബസ് ചാർജ്. അന്ന് പിന്നെ 18 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് 5 രൂപ ബസ് ചാർജാണ്. ഈ 5 രൂപ ബസ് ചാർജിൽ ഞാൻ പ്രസവിച്ച ഒരു കുട്ടി. ബാക്കി പിന്നെ ഗുളിക കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആണ്. നമുക്ക് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും ഗർഭിണികൾക്കും വയസ്സായവർക്ക് കുട്ടികൾക്ക് ഇത്രയും പേർക്ക് ചികിത്സ ഫ്രീ ആണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കുഞ്ഞെന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. കാരണം അവൻ്റെ 2 കിഡ്നിയും കംപ്ലൈൻ്റ് ആയിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് 7-ാം മാസത്തിലാണ്. ഈ 7-ാം മാസത്തിൽ നമുക്ക് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ അവനെ ഞാൻ തൈക്കാടാണ് കാണിച്ചിരുന്നെങ്കിലും തൈക്കാട് നിന്നാണ് ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നത് കുട്ടിക്ക് കിഡ്നിക്ക് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൈക്കാട് സർജറി ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഈ കുട്ടികളുടെ പീഡിയാട്രീഷ്യൻ സർജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടി ജനിച്ചാൽ ഉടനെ ഒരു ഓപ്പറേഷൻ ആവശ്യമായതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടുന്നതായിരുന്നു. രണ്ടാമത്തെ കുട്ടീനെയും ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു. ആ ഒരു പിന്നെ പ്രസവം എന്ന് പറഞ്ഞാൽ പ്രസവം വലിയ എക്സ്പെൻസ് അല്ല എങ്കിലും എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ടെക്സ്റ്റുകൾ ഒക്കെ പുറത്തുനിന്നാണ് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളതും പിന്നെ സർജറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്നാണ് എടുത്തു കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2 കിഡ്നിയും കൂടി ഓപ്പറേഷൻ ചെയ്തിറങ്ങിയപ്പോൾ 2-3 ലക്ഷം രൂപ ഞങ്ങൾക്ക് അവന് വേണ്ടിയിട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ മോളുടെ എന്ന് പറയുന്നത്, മൂന്നാമത്തെ മോളെ ഞാൻ പ്രസവിക്കുന്നത് തൈക്കാടായിരുന്നു. അവിടെയും നമുക്ക് എക്സ്പെൻസ് കുറവാണ്. സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഗർഭിണികൾക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ഉള്ള ചികിത്സ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഗുളികയെല്ലാം നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ പുറത്തുനിന്ന് എടുക്കേണ്ടുന്ന ഈ തൈറോയിഡിൻ്റെ ടെസ്റ്റും പിന്നെ ബ്ലഡിൻ്റെ ഒരു കൗണ്ട് നോക്കുന്ന ഒരു പുറത്തുനിന്ന് എടുക്കേണ്ടുന്ന ഒരു ടെസ്റ്റ്, ഇത് 2 മാത്രം നമ്മൾ പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അടുത്ത് 4-ാമത്തെ കുഞ്ഞും പിന്നെ തൈക്കാട് തന്നെയാണ് ഞാൻ പ്രസവിച്ചത്. പക്ഷെ 4-ാമത്തെ കുഞ്ഞിനും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ.
ഈ കാൽസ്യം എനിക്ക് വളരെ കുറവ്. ഞാൻ മീന്, മുട്ട, പാല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വിഷയമായിരിക്കാം അവന് കാൽസ്യത്തിൻ്റെ കണ്ടന്റ് വളരെ കുറവായിട്ട് 41 ദിവസത്തിന് ശേഷം അവന് ജന്നി വന്നിട്ട് ഒരു 10-15 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആ പ്രസവവും എനിക്ക് എക്സ്പെൻസ് ഒന്നും ഉള്ള ഒരു പ്രസവമായിരുന്നില്ല. പക്ഷെ 5ാമത്തെ മോളായപ്പോഴത്തേക്കും ഈ 4 കുട്ടികളെയും നോക്കാൻ ആളില്ലാത്തത് കൊണ്ടും ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഭീമ മാഹിൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പം ഞാൻ ഈ 4 കുട്ടികളെയും നോക്കുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുകയും വേണം. അപ്പം ഇവർക്ക് എത്രയും പെട്ടെന്ന് വരാനും എൻ്റെ കുട്ടികൾ സേഫായിട്ട് വീട്ടിലിരിക്കുകയും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ ഹസ്ബൻഡിന് നല്ല സാലറി ഉള്ള ജോലിയായിരുന്നു. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിൽ അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഭീമ മാഹിൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭീമ മാഹിൻ ഹോസ്പിറ്റലിലായിരുന്നു അന്നത്തെ പ്രസവം നമ്മൾ എടുക്കുന്നത്. 10 രൂപയ്ക്കകത്താണ് അന്ന് പ്രസവത്തിൻ്റെ എക്സ്പെൻസ് അന്നായത് എന്ന് പറയുന്നത്. പിന്നെ ഈ 6ാമത്തെ മോനെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയുള്ള ഒരാളായിരുന്നില്ല. ഫുള്ള് ബെഡിലാണ്, ഒരു സൈഡ് ഫുള്ളിങ്ങനെ പിന്നെ കുഴഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അദ്ദേഹത്തിനെ എടുത്തു കൊണ്ടുപോയി ബാത്റൂമിലാക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന് എണീറ്റിരിക്കാനായിട്ടൊന്നും പറ്റുന്ന ഒരവസ്ഥയല്ല. വീൽ ചെയറിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ വീൽ ചെയറിലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുട്ടികളെന്ന് പറയുന്നത് വളരെ ചെറിയ മക്കളാണ്. എൻ്റെ മൂത്ത മോളന്ന് 10ലാണ് പഠിക്കുന്നത്, പിന്നെ എൻ്റെ ഇളയ മോനെ 8ലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു വളർച്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ചെറിയ കുട്ടികളാണ്. ബാക്കി 6-7 വയസ്സുള്ള ഒരു മോളാണ്. ഏറ്റവും അവസാനത്തെ മോളെന്ന് പറയുന്നത് 7 വയസ്സുള്ള മോള്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിനെ തൂക്കിയെടുത്ത് പിന്നെ ബാത്റൂമിൽ കൊണ്ടുപോകാനോ വരാനോ ഒന്നും ഉള്ള ഒരു പറ്റൂല. ഞാൻ തന്നെ ആയിരിക്കണം കൊണ്ടുപോവുകയും വരെയൊക്കെ ചെയ്യേണ്ടത് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നത്, ഈ ഒരു പ്രഗ്നൻസി ആയതിനു ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു വയ്യായികയിൽ വരുന്നത്. നമ്മൾ അറിയുന്നില്ല. പക്ഷേ അന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ കൊണ്ടുപോയി എനിക്ക് അവർക്ക് വേണ്ടുന്ന ഒരു ഷെൽട്ടർ, ഒരു സെക്യൂർ ആയിട്ടുള്ള ഷെൽട്ടറിൽ ഇവരെ എത്തിച്ചിട്ട് എനിക്ക് പ്രസവത്തിന് പോകണം എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് അന്ന് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുത്തത്. അന്ന് എനിക്ക് സാമ്പത്തികം തീരെ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ അപ്പോഴും ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എൻ്റെ പ്രസവത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ഹസ്ബൻഡിന് അന്ന് 6000 രൂപയുടെ മരുന്നാണ് ഒരു മാസം വേണ്ടത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ മരുന്നെന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് നമുക്ക് പിന്നെ മരുന്ന് നമുക്ക് തടയാൻ പറ്റൂല, അല്ലെങ്കിൽ മരുന്ന് നമുക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അദ്ദേഹത്തിൻ്റെ BP-യുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു നേരം നമ്മൾ മരുന്ന് കൊടുത്തില്ലെങ്കിൽ BP അങ്ങോട്ട് ഷൗട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗുളികകളൊന്നും തന്നെ പിന്നെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ മരുന്നിനും എൻ്റെ ടെസ്റ്റിനും എൻ്റെ മരുന്നുകൾക്കും ഒക്കെ രാപ്പകലില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു. അന്ന് എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മിണ്ടാതിരിക്കെ അന്ന് എനിക്ക് പുറത്തു പോ അന്ന് എനിക്ക് പ്രസവം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് പ്രസവം എടുക്കണം എന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി. എൻ്റെ അമ്മ എനിക്ക് അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് ആ 10 മാസവും എന്നെ രാജ്ഞിയെ പോലെ എന്നെ കൊണ്ടു നടക്കുമായിരുന്നു എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, കാരണം അവരുടെ ഇക്കാക്കേനെ പൊന്നുപോലെ നോക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെ മകനെ നിലത്ത് വെക്കാതെ നോക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഫാമിലിയാണ്, ഭയങ്കര ഹൈ ലെവൽ ഫാമിലിയാണ്. അവരോടും എനിക്ക് ഈ കാര്യം പറയാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു കണ്ടീഷനിലാണ് എന്ന് എനിക്ക് പറയാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരോട് ഞാൻ പറഞ്ഞാലും എനിക്ക് അത്ര സൗകര്യം ഒരുക്കി തന്ന് എൻ്റെ പ്രസവം വരെ എടുത്തു തന്നിട്ടേ അവർ പോവുള്ളൂ. പക്ഷെ എനിക്കതൊരു അന്നൊരു വാശി പോലെയായിരുന്നു. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പ്രഗ്നൻ്റ് ആയതാണ്. അപ്പോൾ എൻ്റെ താല്പര്യത്തിന് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രഗ്നൻസി
മറ്റൊരാളെയും വേദനിപ്പിക്കരുത്, മറ്റൊരാളെയും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ള ഒരു കഠിനമായ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ആ സമയങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരാളെയും ആശ്രയിക്കാതെ എനിക്കന്ന് ആ ഒരു പ്രസവം നല്ല രീതിയിൽ നടത്താനായിട്ട് എനിക്ക് ഒരാളും ഇല്ലായിരുന്നു. എൻ്റെ 5 മക്കളും എൻ്റെ ഹസ്ബൻഡും മാത്രം ഉണ്ടായിരുന്നു. പ്രസവിച്ചിട്ട് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഇന്ന് ശരീരം വിറയ്ക്കുന്നുണ്ട്, ബ്ലീഡിങ് ആയിട്ട് ശരീരം ഇങ്ങനെ വിറയ്ക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്ത ഒരാളാണ്. അത്രയേറെ എൻ്റെ മക്കൾക്കൊക്കെ ഇപ്പോഴും അറിയാം, ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ കാലിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഒഴുകുമായിരുന്നു. അത്രയും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നിന്നിട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ 3 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഹോട്ടലിൽ നിന്ന് നമുക്ക് ഭക്ഷണം വാങ്ങിക്കാം, ഓരോ ദിവസവും 1000 രൂപയോളം നമുക്ക് ചിലവാകും. അപ്പോൾ ആ പൈസ എടുക്കാനില്ല, നമുക്ക് ജീവിക്കണ്ടേ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. നിന്നിട്ട് അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ഈ നിന്നിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എൻ്റെ മോള് വൃത്തിയാക്കും. എൻ്റെ മോളത് തുണി കൊണ്ടുവന്ന് തുടച്ചിട്ട് എന്നെ നോക്കുമായിരുന്നു. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയ ഒരു കാലം എനിക്കുണ്ട് എൻ്റെ പ്രഗ്നൻസി. എൻ്റെ പ്രഗ്നൻസിയെ പരിഹസിച്ച ഒരു വ്യക്തിയുണ്ട്. ഇന്ന് കുനിഞ്ഞും നൂന്നും ഒരു പണി പോലും എടുക്കാൻ വേണ്ടിയിട്ട് വയ്യാതെ ദുരാഗ്രഹം കൊണ്ട് ഒരുത്തനെ വിളിച്ചു കയറ്റി, ദുരാഗ്രഹം കൊണ്ട് ഒരു പള്ളയിൽ ഒരു കൊച്ചിനെ ആക്കിയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്ക് നടത്തി തരണം എന്ന് പറയുന്ന ഒരു മദാമ്മ. അപ്പോൾ ഇത്രയും കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ഇനി പിന്നെ അല്ലരിഫിൽ ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് 50,000 രൂപയാണ്, പിന്നെ സിസേറിയൻ എന്ന് പറയുന്നത് 70,000 രൂപയാണ്. ഹോസ്പിറ്റലുകളുടെ പിന്നെ ഫെസിലിറ്റി അനുസരിച്ചിട്ട്, ഹോസ്പിറ്റലുകളുടെ സ്റ്റാഫ് ഫെസിലിറ്റിയൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ മരുന്നുകൾക്കും ട്രീറ്റ്മെൻറ്റിനുമൊക്കെ ഒരുപാട് വില വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാലും ഗുളികയ്ക്ക് എന്ന് പറയുന്നത്, ഗുളികയ്ക്ക് ഇപ്പോൾ 50 രൂപയുടെ ഒരു ഗുളിക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ 50 രൂപ എന്ന് പറയുന്നത് ഒരു 60 രൂപയാകും, അതിൽ കൂടുതലാവൂല. പിന്നെ അവിടെ എക്സ്പെൻസ് ആവുന്നത് എന്ന് പറയുന്നത് റൂമിനും നമുക്ക് പിന്നെ ഈ ലേബർ റൂമൊക്കെ നല്ല ഫെസിലിറ്റി ഉള്ള, ഇപ്പോൾ കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ലേബർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫെസിലിറ്റിയിലുള്ള പിന്നെ ഹോസ്പിറ്റലാണ്. അതേസമയം അല്ലരിഫ് എന്ന് പറയുന്നത് നോർമൽ ഒരു ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. എന്നാൽ ഭീമ മാഹിൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്. വളരെ സാധാരണ ലെവലിലുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു അവിടുത്തെ ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ കോസ്റ്റ് കുറവുണ്ടാകും. നമ്മൾ ഏറ്റവും ഭയങ്കര ഹൈ ലെവലിൽ നമുക്ക് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മറ്റുള്ളവൻ നടത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര ദരിദ്രയാണ്, എനിക്ക് ഭയങ്കര ദാരിദ്ര്യം കൊണ്ട് ഞാൻ അങ്ങ് കീഴ്പോട്ടാണ് എന്ന് പറയുകയും ഭയങ്കര ഹൈ ലെവലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മളെ നാട്ടിൽ ദുരാഗ്രഹം എന്ന് പറയുന്നത്. അതായത് ഈ ഇത്തരത്തിൽ ദുരാഗ്രഹിയാകുന്ന മനുഷ്യൻ ഒരിക്കലും കഷ്ടപ്പാടെന്ത് എന്ന് അറിയാത്തത് കൊണ്ടാണ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരു മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ ഫലം ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അന്ന് പിന്നെ ഈ എൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് അതിന് ശേഷമുള്ള എല്ലാ ഇതും എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് 1 രൂപ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തേങ്ങും. അതായത് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട പൈസയാണല്ലോ എനിക്ക് തരുന്നത്. ഞാൻ എത്രയോ തവണ എൻ്റെ വീട്ടിൽ ഞാൻ കരഞ്ഞിട്ട് എൻ്റെ മോൻ എൻ്റെ മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ച് അന്ന് ഞാൻ ഇവിടെ കിടന്ന് ഉരുണ്ട് കരയുകയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ കക്കൂസ് കഴുകുന്ന പൈസയാണ്, ഞാൻ നടുവൊടിയുന്ന പൈസയാണ്. എൻ്റെ മക്കൾക്ക് ഇത്രയും ബുദ്ധി ഇല്ലാതായി പോകുന്നുണ്ടല്ലോ. എൻ്റെ പൊടി മോനാണ് അത് എടുത്ത് പൊട്ടിച്ചത് എങ്കിലും എൻ്റെ ഉള്ളിൽ തേങ്ങുന്നുണ്ടായിരുന്നു. കാരണം കഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത്രയേറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പുറമേ നിന്നൊരാൾ നോക്കുമ്പോൾ തയ്യൽ ജോലി മെഷീനിൽ കയറിയിരുന്ന് ഇങ്ങനെ അങ്ങ് തയ്ക്കുന്നതിന് എന്ത് പാട് എന്ന് ചോദിക്കുന്ന ആൾക്കാർ, സത്യത്തിൽ തയ്യൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം നമ്മുടെ ശരീരത്തിൻ്റെ തോളിൻ്റെ കുറുക്കിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഞാൻ കാണിക്കുമ്പോൾ ഈ ഭാഗമാണ് വരുന്നതെങ്കിലും തോളിൻ്റെ അവിടെ നിന്ന് ബട്ടക്സിൻ്റെ ആ ഭാഗത്തോളം ഒരു തരിപ്പാണ്. ഒരേ കണ്ടീഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ ആ ഒരു തരിപ്പ് അത് തയ്ക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരും
സ്ത്രീകൾ എൻ്റെ കൺവട്ടത്ത് തന്നെ ഉണ്ട്. ഈ കുട്ടിക്ക്, ഈ നജില എന്ന് പറയുന്ന സ്ത്രീക്കും അറിയാം, ഇവർ മുമ്പൊരിക്കൽ ഒരു ഫ്രോക്ക് തച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രോക്ക് തച്ച് അതിട്ട് കാണിച്ചു തന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കയറി കണ്ടതാണ്. അതിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അവർ കുറേ അധികം കാര്യങ്ങൾ ഇടുന്നുണ്ട്. എങ്കിലും ആ സ്ത്രീയുടെ ജീവചരിത്രം എന്ന് പറയുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവർ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. 2 പൊടി കുഞ്ഞുങ്ങളെയും വെച്ച് 2 പൊടി മക്കൾ, അതും പിന്നെ ഈ എന്താണ് ഓട്ടിസം പോലുള്ള എന്തോ ഒരു രോഗം ഈ കുട്ടിയുടെ കുഞ്ഞിനുണ്ട്. ആ കുഞ്ഞിനെയും വെച്ച് അവർ തച്ച് അവരുടെ വീടിന്റെ വാടകയും കൊടുക്കുന്നുണ്ട്. ഈ 2 കുട്ടികളുടെയും വിദ്യാഭ്യാസവും ചെയ്യുന്നുണ്ട്. ഈ ഒരു കൊച്ചിന്റെ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട്. എങ്കിൽ ആ കൊച്ചൊക്കെ എത്രത്തോളം മഹിമയുള്ള കൊച്ചാണ് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് കഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ നന്നായി കഷ്ടപ്പെടണം. അല്ലാതെ കണ്ടവന്റെ പോക്കറ്റിലെ പണം കൊണ്ട് ആഡംബരം നടത്താൻ ഉദ്ദേശിക്കുന്നവർ ഇങ്ങനെ ആഡംബരിച്ച് ജീവിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഇവർക്കൊരിക്കലും കഷ്ടപ്പാട് എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഈ കൂട്ടർ ഇത്തരത്തിൽ കളവുകൾ പറഞ്ഞ് മറ്റുള്ളവന്റെ പണം തട്ടിയെടുക്കുന്ന ഇവർ സൗകര്യം ഒരുങ്ങുമ്പോൾ മറ്റൊരാളെ കൊല്ലാൻ പോലും തയ്യാറാകുമെന്നുള്ളതാണ്. മറ്റൊരാളെ കൊന്നവന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വരെ തയ്യാറാകുമെന്നുള്ളതാണ്. പൊതുജനങ്ങളാണ് അവെയർ ആവേണ്ടത്. നമ്മുടെ സമൂഹം, നമുക്ക് നന്നായി അറിയാവുന്ന ഒരു ജനസമൂഹം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ കഷ്ടപ്പെടുന്ന 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പൊ ആണുങ്ങൾ തന്നെ ആണെങ്കിലും ആണുങ്ങൾ എന്തിടെ കഷ്ടപ്പെടുന്നതല്ലേ. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു AC വെച്ച ഒരു സ്ഥലത്താണ് പണിയെടുക്കുന്നതെങ്കിലും അവിടെയും അദ്ദേഹം പണിയെടുക്കുന്നുണ്ട്. അദ്ദേഹം വാദോരാതെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എനർജി കളയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സമയം കളയുന്നുണ്ട്, ആരോഗ്യം കളയുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ആണുങ്ങളും ജീവിക്കുന്നത്. ഇനി ഈ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന, ശരിക്കും ഇവന്മാർക്കൊക്കെ നല്ല അടീര കുറവാണ്. സ്വന്തം ഭാര്യമാര് നാട്ടിലെ ഇവന്മാരുടെ സാമീപ്യം പോലും ഇല്ലാതെ ഇവന്മാരുടെ കുഞ്ഞുങ്ങളെയും പോറ്റി ഇവന്മാരുടെ വീടും സംരക്ഷിച്ച് ഇവന്മാര് ബാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്ത് അതിനൊരു പോറൽ പോലും വരാതെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ പുല്ലുപോലെ പറ്റിച്ച് ഇവന്മാരും ജീവിക്കുന്നില്ല. ഇവന്മാര് ഗൾഫിൽ ചെന്ന് കടന്ന് കഷ്ടപ്പെട്ടിട്ട് ആ പണം ഇവളെ പോലുള്ള കള്ളികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഇത്തിരിയെങ്കിലും നിനക്കൊക്കെ ബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്.